ഞാൻ ഡിട്രോയിറ്റിൽ നിന്നാണ്. ഡിട്രോയിറ്റിൽ പള്ളി ഉണ്ടാക്കിയിട്ട് മെമ്പർഷിപ്പ് എടുക്കാതെ നിൽക്കുന്ന ഒറ്റ വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ വന്ന കാലം തൊട്ട് സീറോ മലബാർ പള്ളിയിലെ ഒരു ആക്റ്റീവ് മെമ്പറായിരുന്നു, അവിടുത്തെ കൌൺസിലറായിരുന്നു. ആ പള്ളി ഉണ്ടായ സമയത്ത് അതിനു മുമ്പ് അങ്ങാടിത്തെ പിതാവും ഞാനുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ആ പള്ളി വന്നപ്പോഴത്തേക്കും അങ്ങാടിത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു, പിതാവെ ജ്ഞാനായ പള്ളി വരുന്നു, അപ്പൊ എന്റെ കാര്യം എങ്ങനെയാ, ഞാൻ ഇവിടുത്തെ കൌൺസിലറാണ്. അപ്പൊ അങ്ങാടിത്തെ പിതാവ് പറഞ്ഞത്, ടോംസെ, ഈ പള്ളിയും അതായത് ഈ സീറോ മലബാർ പള്ളിയും ജ്ഞാനായ പള്ളിയും രണ്ടും എന്റെ പള്ളിയാണ്, രണ്ടും സീറോ മലബാർ പള്ളിയാണ്, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് പോകാം. അപ്പൊ അച്ഛനോട് അപ്പം പറഞ്ഞു, പിതാവിനോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, അത് അവരുടെ ഇഷ്ടം, വ്യക്തിപരമായ ഇഷ്ടം, ഏത് പള്ളി പോകണമെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ടോംസെ, ഈ പള്ളി, അപ്പൊ ഞാൻ ചോദിച്ചു, അവിടുത്തെ അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ജ്ഞാനായ എൻഡോഗമസ് ആണോ ചോദിച്ചപ്പോ പിതാവ് പറഞ്ഞു, നിനക്ക് ഈ പള്ളിയിലെ ബൈലോസ് അറിയാലോ, ഈ പള്ളിയിലെ ബൈലോസ് തന്നെയാണ് അവിടെയും ആ പള്ളിയിലും. അതായത് മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ ഒരു സാധാരണ സീറോ മലബാർ പള്ളിയിലുള്ളതും ജ്ഞാനായക്കാർ കൂടുതൽ പോകുന്ന, ഇപ്പം പിതാവ് ജ്ഞാനായ എന്ന് നിർവചനം ചെയ്ത പള്ളിയുടെ മെമ്പർഷിപ്പും സെയിം ആണ് എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. സോ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. പക്ഷെ അവിടുത്തെ അച്ഛൻ എന്നെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു ബെഞ്ചരിക്കാനായിട്ട്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ സീറോ മലബാറിലെ മെമ്പറാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ബേസിക്കലി ചോദിച്ചത്, ജ്ഞാനായ റീജന്റെ പള്ളികൾ ഏത് ബൈലോയാണ് ഫോളോ ചെയ്യുന്നത്? കോട്ടയം ഡയസസിന്റെ ബൈലോ ആണോ, സീറോ മലബാർ ഡയസസിന്റെ ബൈലോ ആണോ? പിതാവ് അതൊന്ന് ക്ലിയർ ചെയ്താൽ കൊള്ളാം. താങ്ക് യു. അടുത്ത ജോമോൻ. എല്ലാത്തിന്റെയും കൂടെ മറുപടി തരും, മറുപടി ഒരുമിച്ചോടും. വളരെ സിമ്പിളാണ്. ഇവിടെയുള്ള എല്ലാ സീറോ മലബാർ പള്ളികളും ഇൻക്ലൂഡിംഗ് ജ്ഞാനായ കാത്തലിക് ചർച്ചസ്, ദേ ഫോളോ ദ നോംസ് ഗിവൺ ബൈ സീറോ മലബാർ ഡയസ് ഓഫ് ചിക്കാഗോ. തീർച്ചയായിട്ടും. താങ്ക് യു. ജോമോൻ. 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 കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കൊരു ക്വസ്റ്റ്യനുള്ളൂ. ഞങ്ങളുടെ മേലെ പിതാവിന് അധികാരമില്ല എന്ന് പറഞ്ഞു, ഇവിടെ വിട്ടിരിക്കുന്ന അച്ഛന്മാരുടെ മേല് പിതാവിന് അധികാരമുണ്ടോ ഇല്ലയോ? അതൊരു ക്വസ്റ്റ്യന്. അച്ഛന്മാര് പലപ്പോഴും സംഘടനയുടെ പ്രവർത്തനങ്ങളെ താഴോട്ട് വലിക്കുന്ന രീതിയിലുള്ളതാണ് പള്ളിയിലെ പ്രവർത്തനങ്ങൾ. അതിന് ശക്തമായ ഒരു നിർദ്ദേശം പിതാവിന് അവർക്ക് കൊടുക്കുവാൻ സാധിക്കുമോ? സംഘടനയുടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം, നമുക്ക് സ്വന്തമായ ഒരു രൂപത കിട്ടുന്നിടം വരെ ആധ്യാത്മിക കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ഒരു നിർദ്ദേശം പിതാവിന് അവർക്ക് കൊടുക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന ഒറ്റ ക്വസ്റ്റ്യൻ എനിക്കുള്ളൂ. നമ്മുടെ വൈദികരെ ഇവിടേക്ക് അയക്കുമ്പോൾ അവര് ഇവിടെ അങ്ങാടിത്തെ പിതാവ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. രണ്ട്, സംഘടനയുടെ കാര്യത്തിൽ ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്, KCCNA ശക്തമായി മുന്നോട്ട് പോകണം. KCCNA എന്ന് പറയുന്നത് നമ്മുടെ സമുദായത്തിന്റെ ശക്തി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അത് നിലനിർത്തുന്ന ഒരു സംഘടനയാണ്. പലപ്പോഴും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, ചിലപ്പോൾ തെറ്റുകൾ വരാമെങ്കിലും KCCNA നമ്മുടെ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കണം. അതിനുവേണ്ടി അച്ഛന്മാര് സഹകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. ചില അവസരങ്ങളിൽ അവർക്ക് KCCNAയുടെ ചില പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. എങ്കിൽ ആസ് എ ഹോൾ KCCNA ജ്ഞാനായ സമുദായത്തിന്റെ അമേരിക്കയിലെ ഒരു വലിയ ശക്തമായ സംഘടനയായിട്ടും പോകണമെന്നും അത് തളരാൻ അനുവദിക്കരുതെന്നും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിനോട് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ സഭ എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ കൂട്ടായ്മയാണ്. ആ ദൈവജനത്തിന്റെ കൂട്ടായ്മയിലാണ് KCCNAയും പോകുന്നത്. അതിനകത്ത് പിന്നെ ഒരു രണ്ട് വശം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. കാരണം സഭ ദൈവജനമാണ്. ദൈവജനം ഇല്ലെങ്കിൽ പിന്നെ എന്താ സഭ? ഒന്നുമില്ല. അതുകൊണ്ട് വൈദികരും ദൈവജനവും എല്ലാം ഒന്നിച്ചു ചേരുന്ന ഒരു കൂട്ടായ്മയാണ് സഭ. ആ സഭയുടെ പ്രവർത്തനങ്ങൾ ഓരോരുത്തർക്കും നൽകപ്പെട്ടുള്ള ദൗത്യങ്ങൾ അനുസരിച്ച് പൂർത്തീകരിക്കുമ്പോഴാണ് സഭയായിട്ട് പ്രവർത്തിക്കുക. അതാണ്. പിതാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സത്യം പറഞ്ഞോട്ടെ. പിതാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു സത്യം പറഞ്ഞോട്ടെ. യു ആർ ലൂസിംഗ് യുവർ ക്രെഡിബിലിറ്റി ഹിയർ. യു ആർ ലൂസിംഗ് യുവർ ക്രെഡിബിലിറ്റി. ഓക്കെ, ദാറ്റ്സ് ബിക്കോസ് ഓഫ് യുവർ ആക്ഷൻസ് ഓൺലി. ഇനി എനിക്കുള്ള ചോദ്യം, എനിക്ക് കാനൻ ലോയിൽ വലിയ ജ്ഞാനമില്ല. ഇംഗ്ലീഷും സാധാ ഇംഗ്ലീഷാണ്. ഇപ്പോ നമ്മുടെ അങ്ങാടിയത്തി പിതാവിന്റെ ലെറ്റർ ഇവിടെ വായിച്ചു.
ആ വായിച്ചതിൽ സാമാന്യ ബോധം ഉള്ള സാമാന്യ ജ്ഞാനം വെച്ചുള്ള ഇംഗ്ലീഷിൽ ഞാനത് വായിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് വ്യക്തമാണ്. എൻഡോഗമസ് പാരിഷ് ഇവിടെ അങ്ങാടിയത്ത് പിതാവ് അനുവദിക്കില്ല. പിതാവ് ഇത് കീപ്പ് ഓൺ സേയിങ് ഓൾ ദീസ് തിങ്സ്. ക്നാനായ ഇടവക എന്ന് പറയുന്നുണ്ട് അല്ലെ? അത് പ്രാക്ടിക്കലി വാട്ട്സ് ദ ഡിഫറൻസ്? What is the difference? Why we need a separate church? 2, പിതാവിന് കീപ്പ് ഓൺ സേയിങ് എനിക്കിവിടെ അധികാരമില്ല എന്ന്. അപ്പൊ അധികാരമുള്ള അങ്ങാടിയത്ത് പിതാവ് പറയുന്നതല്ലേ ഞങ്ങൾ കേൾക്കേണ്ടത് അല്ലേ? അപ്പൊ എന്താ പിതാവിന് ചെയ്യാൻ പറ്റുന്ന? ഒന്നുമില്ല. എന്തുകൊണ്ട് അങ്ങേക്ക് നട്ടല് നിവർത്തി സിറിൽ രാജിവെച്ച് പുറത്തു പോയിക്കൂടാ? പിതാവെ, ഒരു ചോദ്യമേ ഉള്ളൂ. പിതാവ് പറഞ്ഞല്ലോ, നമ്മൾ പിതാവിനോടുള്ള സകല സ്നേഹ ബഹുമാന ആദരവുകളോടും കൂടെ ഞാൻ പറയുകയാണ്. പിന്നെ നമുക്ക് വന്ന അങ്ങാടിയത്ത് പിതാവിന്റെ ഡിസംബർ 20 വന്ന ആ എഴുത്തനുസരിച്ച് എൻഡോഗമി പാലിക്കാതെ നമ്മുടെ സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചവരും അതിനകത്ത് മെമ്പേഴ്സാണ്. സോ പിതാവ് പരസ്യമായിട്ട് ഇവിടെ പറയുകയാണ്, നമ്മുടെ ഇവിടുത്തെ പള്ളികൾ, നോർത്ത് അമേരിക്കയിലെ ദ സോ കോൾഡ് ക്നാനായ പള്ളികൾ എൻഡോഗമസ് അല്ല. ആണോ അല്ലയോ? അല്ല. ഓക്കെ, ഒറ്റ ചോദ്യം കൂടെ. അങ്ങനെ ഉണ്ടെങ്കിൽ എൻഡോഗമി ഈസ് ദ വെരി ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്നാനായ. ക്നാനായ ഈസ് ബേസ്ഡ് ഓൺ എൻഡോഗമി. അങ്ങനെയാണെങ്കിൽ ഈ പള്ളികളെ നമ്മൾ ക്നാനായ പള്ളികൾ എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തെ 99% ആൾക്കാരും ക്നാനായക്കാരാണ്. പക്ഷെ ഒരാൾ മാത്രം എൻഡോഗമസ് അല്ലാത്ത ആള് മെമ്പറാണ്. ആണെങ്കിൽ ദേ ആർ എലിജിബിൾ. ആണെങ്കിൽ ദീസ് ആർ നോട്ട് ക്നാനായ ചർച്ച്. അങ്ങനെയുണ്ടെങ്കിൽ അമേരിക്കയിലെ ഈ പള്ളികളുടെ എല്ലായിടത്തുമുള്ള പേര് സെന്റ് മേരീസ് ക്നാനായ കാത്തലിക് എന്നുള്ളതിന് പകരം സെന്റ് മേരീസ് സീറോ മലബാർ കാത്തലിക് ചർച്ച് എന്ന് എഴുതി വെച്ചാൽ വി ആർ ഓൾ മോർ ദാൻ ഹാപ്പി. വി ഗോ ആൻഡ് ഹിയർ ദ സീറോ മലബാർ മാസ് ദേർ. ഇനി അടുത്തത്, പിതാവ് നിങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങളെല്ലാവരും സഹകരിച്ച് നമ്മൾ ഇവിടെ 10-20 പള്ളികൾ ഉണ്ടാക്കി. നമ്മുടെ സംഘടന എൻഡോഗമസ് ആയിട്ട് പോകുന്നു. പള്ളികൾ ഉണ്ടായാൽ നമുക്ക് സഭാപരമായ സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് അന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. നമ്മൾ പള്ളികൾ ഉണ്ടാക്കി. അപ്പോൾ ഇനി നമുക്കുള്ള കുറവ് എന്താണ്? എന്തുകൊണ്ട് അന്ന് മാക്കി പിതാവ് ബാക്കി വടക്കും ഭാഗം എത്രാന്മാരെ കൂടെ നമ്മൾക്ക് വേണ്ടി കോട്ടയം രൂപതയ്ക്ക് വേണ്ടി അവരുടെ മനസ്സ് മാറ്റി അവരെ ബ്രെയിൻ വാഷ് ചെയ്തതായിരിക്കും. അങ്ങനെ ചെയ്തതുപോലെ എന്തുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു മാസ് മൂവ്മെന്റ് നടത്തിയാൽ ഒന്നുകിൽ സീറോ മലബാറിന്റെ എക്സ്റ്റൻഷൻ ലോകം മുഴുവനിലേക്കും കൊണ്ടുവന്നിട്ട് കോട്ടയം രൂപതയെ അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സൂയി ജൂറി ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റേ പോളിസി നടപ്പിലാക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് പിതാവ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുവോ ഇല്ലയോ? ഒറ്റ ചോദ്യം. ഞങ്ങൾക്ക് ഈ ഒപ്പിടിയില് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? ടോമി പറഞ്ഞു. സോ യു വിൽ ബി വിത്ത് us with that petition to the holy pope. You agree? Yes. അതെ, നമ്മുടെ പിതാവ് ഈ ഹോളി പെറ്റീഷനിൽ നമ്മുടെ കൂടെ നമ്മുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരിക്കും. താങ്ക് യു.